ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ പ്രത്യേകതയൊക്കെ അറിയാമല്ലോ. അതായത് ഇന്ന് ഇലക്ഷനായിരുന്നു. അപ്പം ഞാൻ ഉച്ചക്കലത്തതൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല, വീഡിയോ പിടിച്ചിട്ടില്ല. പിന്നെ ഇന്നൊരു റെസിപ്പി ആയിട്ട് ഞാനൊരു സംഭവം ഇടുന്നുണ്ട്. അതായത് നമ്മൾ അവൽ വിളയിച്ചതില്ലേ, അപ്പോൾ അതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്, വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പപ്പരിക്കാത്തോരൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ അന്നൊരു ദിവസം ഒരു പകുതി പപ്പരയ്ക്ക കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് ഞാൻ ഇന്നെടുത്ത് ഇവിടുത്തെ ഉമ്മ എനിക്ക് കൊത്തിപ്പൊടിച്ച് അരിഞ്ഞ് തന്നിരുന്നു. അപ്പോൾ അത് തോരൻ വെക്കാനായിരുന്നു. പിന്നെ മീൻകറി എല്ലാം ഓൾറെഡി ഞാൻ നേരത്തെ വെച്ചേപ്പോൾ ഉണ്ടായിരുന്നു. മത്തി പൊരിച്ചതും എല്ലാം ആക്കി വെച്ചേപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 10-11 ആയായിരുന്നു. പിന്നെ പപ്പരിക്ക തോരനും കൂടെ ആക്കിയാൽ മതിയായിരുന്നു. ഇത് നമ്മുടെ ഇന്നലത്തെ ഓട്സ് കാച്ചിയതാണ്. ഇന്ന് രാവിലെ തിളപ്പിച്ചൊക്കെ വെച്ചതാണ്. പക്ഷേ ഇവിടെ എല്ലാവരും കുടിച്ചു. പക്ഷേ എനിക്ക് അങ്ങോട്ടൊരു താല്പര്യം തോന്നിയില്ല. അത് കാരണം ഞാൻ അവിടെ ഇങ്ങനെ മൂടി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ പപ്പരയ്ക്ക കൊത്തിപ്പൊടിച്ചെല്ലാം ഇവിടുത്തെ ഉമ്മ അരിഞ്ഞ് തന്ന്. അപ്പോൾ അത് പിന്നെ താളിക്കാൻ കടുക് താളിച്ച് ഉണക്കമുളകൊക്കെ ഇട്ട് താളിച്ചിട്ട് പപ്പരയ്ക്ക അതിനകത്തോട്ടിട്ട് ഒരു സ്വല്പം വെള്ളവും ഉപ്പും ഇട്ട് വേവിക്കാൻ വെച്ചു. അപ്പം അതിന് ശേഷം ഒരിച്ചിരി വെന്താൽ മതിയല്ലോ പപ്പരയ്ക്ക. അതിനുശേഷം ഒരല്പം തേങ്ങയ്ക്കകത്ത് കുറച്ച് വെളുത്തുള്ളിയും, 2 അല്ലി വെളുത്തുള്ളിയും, 2 പച്ചമുളകും, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, കുറച്ച് 1/2 ടീസ്പൂൺ നല്ല ജീരകപ്പൊടിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഞാൻ പപ്പരിക്ക വെന്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് നേരം മൂടി വെച്ച് തേങ്ങാപ്പീരയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മൂടി വെച്ചൊന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി നമ്മളങ്ങ് മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ പപ്പരിക്കാത്തോരനുമായി. ഇപ്പം ഉച്ചക്കലത്തെ കറികളൊക്കെ ആയി. പിന്നെ ചോറ് ഇന്നലത്തെ ഉണ്ടായിരുന്നു. അപ്പം അതൊന്ന് ആവി കയറ്റി എടുത്താൽ മതിയായിരുന്നു. അത് 1 മണിയായാലും നമുക്ക് ചെയ്യാമല്ലോ. അപ്പം നമ്മുടെ ജോലി നേരത്തെ ഒതുങ്ങി. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി, അതായത് അവൽ വിളയിച്ചത് അതിന് വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ശർക്കര പാനിയാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളത്തിൽ, ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് അടുപ്പേ വെച്ചിട്ട് അതിനകത്തോട്ട് ഞാൻ ഈ 1/2 കിലോ ശർക്കരയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. ഒരു വിധം വറ്റിയാൽ മതി കേട്ടോ. പിന്നെ ശർക്കര ഒന്ന് പാനിയായി കിട്ടാൻ വേണ്ടി. അതിനുശേഷം നമ്മളത് ഒന്ന് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഉരുളിക്കകത്തോട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പാകത്തിനുള്ള ഒരു ഉരുളിക്കകത്തോട്ട് നമ്മൾ ഇത് ശർക്കര പാനി അരിച്ചെടുക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ കല്ലോ മണ്ണോ ഒക്കെ കാണുമല്ലോ. അപ്പോൾ അതെല്ലാം മാറാൻ, അല്ലെങ്കിൽ പിന്നെ കടിച്ച് ചവയ്ക്കുമ്പം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പം അത് പിന്നെ എല്ലാം അരിച്ച് മാറ്റി എല്ലാം റെഡിയാക്കി എടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ചെറിയ തീയിൽ തിളപ്പിക്കാൻ വെച്ചിട്ട് നമുക്കതിനകത്തോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിപ്പോൾ ഉണ്ടാക്കാൻ കാരണമെന്ന് വെച്ചാൽ, ഇതുപോലെ ഇപ്പം എൻ്റെ വീട്ടിലും ഇവിടെ ഉണ്ട് ഓട്ട്. പക്ഷേ എൻ്റെ വീട്ടിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉമ്മ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ എനിക്ക് അവൽ വിളയിച്ചത് ഉണ്ടാക്കിക്കൊണ്ട് തരണമെന്ന്. അപ്പോൾ എന്നാൽ പിന്നെ ഉമ്മയുടെ ആഗ്രഹമല്ലേ എന്ന് കരുതി ഞാൻ പിന്നെ മെനക്കെട്ട് ഇരുന്നുകൊണ്ട് അതൊക്കെ ചെയ്തെടുത്തു. ഉമ്മയുടെ ആഗ്രഹത്തിന്, ഉമ്മയ്ക്ക് മധുരം തിന്നണമെന്ന് വലിയ ആഗ്രഹമാണ് എപ്പോഴും. വയ്യാതൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മയ്ക്ക് ചെറിയൊരു പിന്നെ ആൻജിയോപ്ലാസ്റ്റി എല്ലാം കഴിഞ്ഞതുകൊണ്ട് ഉമ്മയ്ക്ക് അതിൻ്റേതായ വയ്യാഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞെടുത്ത് നമ്മളതങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ ഒരുങ്ങുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഏലക്ക ചതച്ചിടുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഒരു മുറി തേങ്ങ ഞാൻ തിരുമ്മി ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ പച്ചമണ്ടിച്ച് നമുക്കിവിടെ തേങ്ങ ഉണ്ട്. അപ്പം അത് ഇവിടുത്തെ ഉമ്മ എനിക്ക് തിരുമ്മി തന്നു. അപ്പം അത് ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ട് നമ്മളങ്ങ് തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തിട്ട് ആ ചെറിയ ചൂടിലാണ് നമ്മൾ അവൽ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഏകദേശം പിന്നെ ഒരു പാക്കറ്റ് നിറച്ച അവൽ, അതായത് ഒരു 1/2 കിലോ കാണും, അത് മൊത്തം ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അത്രത്തിനും കൂടെ ആവശ്യമായ ശർക്കര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത്രയും അവലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇപ്പോഴാണ് ഞാൻ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തത്. അപ്പോൾ ഏലക്കാപ്പൊടി ഇപ്പോൾ ശർക്കര തിളപ്പിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പാനിയാക്കി നമ്മൾ അരിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കത്തില്ലേ, തിളപ്പിക്കാൻ വെക്കത്തില്ലേ, ആ സമയത്ത് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന രീതിയിലാണ് ഞാൻ ഈ ചെയ്ത് വെച്ചേക്കുന്നത്. അല്ലാതെ കറക്റ്റായിട്ട് ഒരു വ്യക്തിയെടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടോ അങ്ങനൊന്നും അല്ല. എൻ്റെ മനസ്സിൽ തോന്നി ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്കൊരുവിധമൊക്കെ അറിയാമല്ലോ ഇതിങ്ങനെ ശർക്കര പാനിയാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഐഡിയയ്ക്കാണ് ഞാനിപ്പം ഇതിനകത്തോട്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് അണ്ടിപ്പരിപ്പിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഈ പൊട്ടുകടല ഉണ്ടല്ലോ, അല്ല പൊട്ടുപരിപ്പ്, അത് എന്താണ് താളിച്ചിട്ട് കൊടുക്കാം, എള്ള് താളിച്ചിട്ട് കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ പൊട്ടുപരിപ്പും ഇല്ല, എള്ളും ഇല്ല. എള്ള് പക്ഷേ ഉണ്ട് ഇവിടെ, പക്ഷേ അത് കുറേ നാൾക്ക് മുമ്പ് വാങ്ങിച്ച ആയതുകൊണ്ട് വയറിന് പ്രശ്നം വരുമോ എന്ന് പേടിച്ചിട്ട് ഞാനത് എടുത്തിട്ടില്ല. അതല്ലെങ്കിൽ കഴുകി ഉണക്കിയൊക്കെ നമ്മൾ പിന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ടില്ല. എൻ്റെ അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു, അത് മിൽമ നെയ്ക്കകത്ത് താളിച്ച് ഇട്ട് കൊടുക്കും. അപ്പം നമ്മുടെ അവൽ അങ്ങോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടൊന്ന് സെറ്റാക്കി ഇളക്കി മറിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ അവൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെന്താണ്, ഇത് ഞാൻ ഈ തീ ഓഫ് ചെയ്തിട്ടല്ലേ ഇത് ചെയ്തത്. അപ്പം ഒരുമാതിരി പിന്നെ ഒരു മയത്തിലിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എനിക്കൊരു പേടിയായി. ഞാൻ ഫസ്റ്റിലുണ്ടാക്കുന്നതല്ലേ, അയ്യോ ഇത് ശരിയാവുമോ, ഒരുപാട് ഈർപ്പം നിൽക്കുമോ എന്നൊക്കെ പേടിച്ചിട്ട്. അതിന് ഞാൻ ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തപ്പോൾ നല്ലതുപോലെ നല്ല ടേസ്റ്റ്, നല്ലൊരു ക്രിസ്പി പോലായി, നല്ല ടേസ്റ്റുമായി. ഈ ഈ ചെറിയ താളിക്കുന്ന ചട്ടി എടുത്ത് ഞാൻ അടുപ്പത്ത് വെച്ച് ഫസ്റ്റിലെ ചെയ്യുന്ന വേലയാണ്, ഇതാദ്യമായിട്ട് വെക്കുക. അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കൂടുതൽ തീയിലിട്ടിട്ട് ഞാൻ പോയി പതിയെ മിൽമ നെയ്യ് എടുത്ത് പതിയെ അണ്ടിപ്പരിപ്പ് മുറിച്ചെടുത്ത് എല്ലാം വന്നപ്പോൾ അതങ്ങോട്ട് തീ കൂടി ഇരുന്നിട്ട് ഞാൻ ആ മിൽമ നെയ്യ് എടുത്ത് അങ്ങോട്ട് ഒഴിച്ചതുമല്ല, തീ അങ്ങ് പടർന്ന അലൂമിനിയത്തിൻ്റെ ആ ചെറിയ ചീനിച്ചട്ടി ഒരു പരുവമായി. ഞാൻ പിന്നെ ഗ്യാസ് ഊറ്റി അടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് അത് വെളിയിൽ കൊണ്ട് വെച്ചിട്ടും ആ വെളിയിൽ കിടന്നങ്ങ് ആളി കത്തുമായിരുന്നു ആ മിൽമ നെയ്ക്കകത്ത്. അതോടുകൂടി ഞാൻ അതിനകത്ത് നിന്നുള്ളത് എല്ലാം മാറ്റി വെച്ചിട്ട് പിന്നെ വേറെ ചട്ടി എടുത്തിട്ട് ഞാൻ മിൽമ നെയ്യ് ഒഴിച്ച് അതിനകത്തോട്ട് അണ്ടിപ്പരിപ്പും ഇട്ട് വറുത്ത്. പിന്നെ അപ്പം മോള് വന്ന് വറുക്കാനിങ്ങനെ ചട്ടിക്കകത്തിട്ട് ഇങ്ങനെ സവാളയാണെങ്കിലും അപ്പം അവലാണെങ്കിലും എല്ലാം ഇട്ടിങ്ങനെ ഇളക്കി മിക്സ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം. ഞാൻ ഇളക്കാം ഉമ്മച്ചിയെന്നും പറഞ്ഞ് ഓടി വരും. അപ്പം അങ്ങനെ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മൂപ്പിച്ചെല്ലാം എടുത്ത് തന്നു. അപ്പം ഞാൻ അതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഞാനിത് ഉമ്മായ്ക്ക് കൊണ്ട് കൊടുത്തപ്പോൾ ഉമ്മായ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഓട്ടോയ്ക്കകത്ത് ഞാൻ ഉമ്മായെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോൾ എന്നെ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, നീ വല്ലതും മറന്നിട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, ഇല്ലമ്മ ഞാനൊന്നും മറന്നിട്ടില്ല, എല്ലാം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊണ്ടുവരുന്നുണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ പേരൻസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെയും ബൈ.